എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ രണ്ടാമത്തെ മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യാണ്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധയോടുകൂടി കേൾക്കാം. ഒന്നാമത്തെ ചോദ്യം: ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ അക്കൗണ്ടിംഗ്, ഓപ്ഷൻ ബി ബുക്ക് കീപ്പിംഗ്, ഓപ്ഷൻ സി ലെഡ്ജർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിങ് അതിൽ നടക്കുന്ന എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്ന ആർട്ടിന് പറയുന്ന പേരെന്താണ്? അത് ബുക്ക് കീപ്പിംഗ് ആണ് കേട്ടോ. ഓക്കെ, ബിസിനസ് ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ആർട്ടിനെ ബുക്ക് കീപ്പിംഗ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. The process of recording, classifying, and summarizing all business transactions in order to know the financial result is called. Option A accounting, option B bookkeeping, ഓപ്ഷൻ സി ലെഡ്ജർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള റിസൾട്ട് അറിയാൻ വേണ്ടി, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? അക്കൗണ്ടിങ് ആണ് അല്ലെ. അക്കൗണ്ടിങ്ങിലാണ് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡും ക്ലാസിഫൈയും സമ്മറൈസിങ്ങും ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഫിനാൻഷ്യൽ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ് ആണെങ്കിൽ അത് ബുക്ക് കീപ്പിംഗ് ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം: അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് ഡാഷ്. ഓപ്ഷൻ എ മണി, ഓപ്ഷൻ ബി നോ മണി, ഓപ്ഷൻ സി മൂവ്മെന്റ് ഓഫ് ഹ്യൂമൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. അതായത് അക്കൗണ്ടിങ്ങിൽ ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്? മോണിറ്ററി ടേമുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം: റെക്കോർഡിംഗ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്, ബാങ്ക് അക്കൗണ്ട് ആൻഡ് അതർ ബിസിനസ് സോഴ്സസ് ഈസ് കോൾഡ് ഡാഷ് അക്കൗണ്ട്. ഓപ്ഷൻ എ റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ സി പേഴ്സണൽ അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദം. അതായത് മൂന്ന് ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഏത് ടൈപ്സ് ഓഫ് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽസിന്റെ ഡെബിറ്റും ക്രെഡിറ്റും റെക്കോർഡ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുക, മറ്റ് ബിസിനസ്സുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. ഇതൊക്കെ ഏത് ടൈപ്സ് ഓഫ് അക്കൗണ്ടിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? പേഴ്സണൽ അക്കൗണ്ടിലാണ് അല്ലെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതായത് ഇൻഡിവിജ്വൽസ്, ബാങ്ക് അക്കൗണ്ട്, അതൊക്കെ പേഴ്സണൽ അക്കൗണ്ടിലാണ് വരിക. ഇനി റിയൽ അക്കൗണ്ടിൽ വരുന്ന ഏതൊക്കെയാണ്? അതായത് അസറ്റും ലയബിലിറ്റീസും റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അല്ലെ. നോമിനൽ അക്കൗണ്ടിൽ ഇൻകം എക്സ്പെൻസും റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സുകളൊക്കെയാണ് നോമിനൽ അക്കൗണ്ടിന്റെ കീഴിൽ വരിക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ മൂന്ന് ടൈപ്സ് ഓഫ് അക്കൗണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണേ. ദെൻ അടുത്ത ചോദ്യം നോക്കൂ. റെക്കോർഡിംഗ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റിലേറ്റഡ് ടു മൂവ്മെന്റ് ഓഫ് അസറ്റ്, ഇമ്മൂവബിൾ അസറ്റ്, ഇൻവെന്ററി ഈസ് കോൾഡ് ഡാഷ് അക്കൗണ്ട്. അതായത് മൂവബിൾ അസറ്റിന്റെ ഡെബിറ്റും ക്രെഡിറ്റും, അതേപോലെ തന്നെ ഇമ്മൂവബിൾ അസറ്റിന്റെ ഡെബിറ്റും ക്രെഡിറ്റും, ഇൻവെന്ററിയുടെ ഡെബിറ്റും ക്രെഡിറ്റും, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഏത് ടൈപ്സ് ഓഫ് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടാണ്? ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ മൂന്ന് ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഡാഷ് കോൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിങ് കൺസിഡേഴ്സ് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ different entities. Option A business entity, option B money measurement, option C going concern, option D dual aspect. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചത്. എന്താ ഇവിടെ കോൺസെപ്റ്റിൽ പറയുന്നത്? അതായത് ബിസിനസ്സും ബിസിനസിന്റെ ഓണറും രണ്ടും ഡിഫറെന്റ് എൻറ്റിറ്റി ആണ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ഓർത്തിരിക്കണേ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്തത് dash concept in accounting considers that only transactions involving money should be recorded. Option A business entity, option B money measurement, option C going concern, option D dual aspect. അതായത് മോണിറ്ററി ടേമിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കൂ. ഡാഷ് കോൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിങ് കൺസിഡേഴ്സ് that the business is a perpetual entity. Option A business entity, option B money measurement, option C going concern, option D dual aspect. എന്താ അവിടെ പറഞ്ഞത്? അതായത് ബിസിനസ്സിന് ഒരു എൻഡ് ഇല്ല, ബിസിനസ് കണ്ടിന്യൂ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ഒമ്പതാമത്തെ ചോദ്യം. Dash concept in accounting considers that each debit has a corresponding credit. Option A business entity, option B money measurement,
ഓപ്ഷൻ സി ഗോയിങ് കൺസേൺ, ഓപ്ഷൻ ഡി ഡ്യുവൽ ആസ്പെക്ട്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണ്? ഡ്യുവൽ ആസ്പെക്ട് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് അല്ലെ. അതായത് ഓരോ ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ടിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു എഫക്ട് ഡെബിറ്റ് ആണ്, ഒരു എഫക്ട് ക്രെഡിറ്റ് ആണ്. അത് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. Dash concept in accounting considers that only the actual cost of transaction should be recorded. Option A cost, option B accounting period, option C matching cost, option D accurate. അതായത് അക്കൗണ്ടിങ്ങിൽ അസറ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആക്ച്വൽ കോസ്റ്റ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏതാണ്? കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ ആണല്ലോ അല്ലെ. ദെൻ അടുത്ത് നോക്കൂ. എനി ഫോം ഓഫ് അക്കൗണ്ടിങ് ദാറ്റ് എനാബിൾ എ ബിസിനസ് to be conducted more efficiently can be regarded as dash accounting. അതായത് നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്. അതായത് ബിസിനസ് എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഏതാന്ന് ചോദിച്ചാൽ അത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, പഠിച്ചു വെക്കണേ. ഇനി അടുത്തത് ദ കൺവെൻഷൻസ്, കോൺസെപ്റ്റ്സ്, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ടുഗദർ മേക്ക് അപ്പ് ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് അറ്റ് എനി ഗിവൺ ടൈം ആർ കോൾഡ് ഡാഷ്. അതായത് അക്കൗണ്ടിങ്ങിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് കൺവെൻഷൻസും കോൺസെപ്റ്റും റൂൾസും പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. ഇതിനെ ടോട്ടൽ ആയിട്ട് പറയുന്ന പേരെന്താണ്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അഥവാ ഗ്യാപ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് മീൻസ് ഓപ്ഷൻ എ പൊസിഷൻ അബൌട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓപ്ഷൻ ബി പൊസിഷൻ അബൌട്ട് ഇൻകം ആൻഡ് എക്സ്പെൻസ്, ഓപ്ഷൻ സി പൊസിഷൻ അബൌട്ട് ലിക്വിഡ് ഫണ്ട്, ഓപ്ഷൻ ഡി വാട്ട് ദ ബിസിനസ് ഓവ്സ് ടു others and what it owns at a given point of time. എന്താ അവിടെ പറഞ്ഞത്? ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലെ. ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ് ഫൈനാൻഷ്യൽ പൊസിഷൻ? ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണ്? ഓക്കെ, ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ആ ബിസിനസിന്റെ അസറ്റും ലയബിലിറ്റീസിന്റെയും എമൗണ്ട് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്താണ് ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത്, എന്താണ് ബിസിനസ് സ്വന്തമായിട്ടുള്ളത്, ഇത് കാണിക്കുന്ന ഒരു പൊസിഷനാണ് ഫൈനാൻഷ്യൽ പൊസിഷൻ. ക്ലിയർ ആണല്ലോ. ഇനി 14ാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് ആർ ദ ലോങ് ടേം അസറ്റ് വിച്ച് ഡു നോട്ട് ഹാവ് എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ്? ഓപ്ഷൻ എ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഓപ്ഷൻ ബി ടാഞ്ചിബിൾ അസറ്റ്, ഓപ്ഷൻ സി കറന്റ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി കറന്റ് അസറ്റ്. അതായത് ഫിസിക്കലി എക്സിസ്റ്റൻസ് ഇല്ലാത്ത ലോങ് ടേം അസറ്റിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ടച്ച് ചെയ്യാൻ പറ്റാത്ത അസറ്റ് അല്ലെ. ഇപ്പൊ പാറ്റന്റ്, ഗുഡ്വില്ല് എന്നൊക്കെ പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കണേ, ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ അടുത്ത് നോക്കൂ. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ എ റവന്യൂ, ഓപ്ഷൻ ബി അസറ്റ്, ഓപ്ഷൻ സി അൺഏൺഡ് ഇൻകം, ഓപ്ഷൻ ഡി വൗച്ചർ. അക്കൗണ്ടിങ്ങിന്റെ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എന്തായിരുന്നു ഇക്വേഷൻ? അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ പി ആണ് അല്ലെ, അസറ്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രീ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.